നല്ല സൂപ്പർ ബീഫ് കറിയും പത്തിരിയും ഗോതമ്പ് ദോശയൊക്കെ ഉണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വയറ്റിലാക്കണമെങ്കിൽ ഈ ഉറങ്ങി കിടക്കണവരൊക്കെ ഒന്ന് ഉണർത്തണം. അപ്പോൾ ഞാൻ തൽക്കാലം വിശപ്പെടുക്കാൻ 2 കാരൊക്കെ എടുത്ത് തിന്നിട്ടോ. പിന്നെ ധുവനൊക്കെ എണീപ്പിച്ച് ഫ്രഷ് ആക്കി. ഇപ്പോൾ പിന്നെ വോയിസ് ഓവർ ഒന്നും നടക്കണില്ല കേട്ടോ. 2 വീട്ടിലും പണിക്കാരാണ്, ആകെ ഒച്ചയും വിളിയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ക്ലീനിങ് ഒക്കെ തീർത്ത് ഒന്ന് ചമഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. യാത്രകളിൽ ഏറ്റവും മനോഹരം വീട്ടിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇങ്ങോട്ട് അവിടെ എത്തുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷവും ഊറ്റും ഒക്കെ പാടെ എവിടെ നിന്നോ അവിടെ വരലാട്ടോ. അതിപ്പോൾ ഞാൻ ഒരു ദിവസം തന്നെ 2ാമത്തെ 3ാമത്തൊക്കെ വട്ടം വരികയായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടുന്ന് നല്ല സൂപ്പർ ചോറും കറിയും കൂട്ടാനും മീനൊക്കെ തിന്ന് അതിനുശേഷം പരിപ്പ് വടയും തിന്ന് രാത്രി തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാട്ടോ. 2 വീടും അടുത്തടുത്തായതുകൊണ്ട് കുറേ ഇങ്ങോട്ട് കുറേ അങ്ങോട്ട് പറയല്ലാതെ വേറെ രക്ഷയില്ല. വാവ്, എന്ത് സുഖജീവിതം. ഒരാൾ തിന്നുകൊണ്ട് ഫോൺ കാണുന്നു, ഒരാൾ തിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി കൂടിയിട്ട് ഓള് പാത്രക്കട വെച്ചിട്ട് ഡാൻസ് കളിക്കാമായിരുന്നു. ഓള് കളിക്കട്ടെ എന്ന്, ഇത് ഓളെ ടൈമല്ലേ. നമ്മളൊക്കെ ഈ പ്രായത്തിൽ എത്ര കളിച്ചതാണോ, ഒരു കുറവും മാനും ഒന്നും നിച്ചല്ലേ. മത്തം കുത്തിയ കുമ്പളം മുളക്കൂരാന്ന് കേട്ടില്ല, അതാണ് കേട്ടോ ഇത്. ഇതുവരെ രാത്രി ഫ്രഷ് ആയൊക്കെ കഴിഞ്ഞാൽ ഒക്കെ നൈറ്റ് ഡ്രൈവ് ഒക്കെ അറിയോളത് പറഞ്ഞാൽ അത് നടക്കും. കാരണം ഓളെ വാപ്പച്ചി സെയിം വൈബുള്ള ആളാണ്. അപ്പോൾ ഓക്കെ, ബായ്.